ഒരിടവേളയ്ക്ക് ശേഷം ലവ് ജിഹാദ് എന്ന ആരോപണം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇതിനെ ചൊല്ലി മുമ്പ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്ന് വലിയ വിവാദമായി. ആ കേരള സ്റ്റോറി കേരളത്തിൽ പ്രദർശിപ്പിക്കരുത് എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. പക്ഷേ ആ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ ലഭിച്ചത്. എന്താണ് ഇപ്പോൾ ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ലവ് ജിഹാദ് എന്ന ആക്ഷേപം വീണ്ടും ഉയർന്നത്. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ആ കോതമംഗലത്തെ പെൺകുട്ടി സോനയ്ക്ക് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ ലവ് ജിഹാദ് എന്ന ഈ ആരോപണം, ഈ വിഷയത്തിൽ അത് സോനയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുകയാണ്. നോക്കൂ, നമ്മൾ വളരെയൊന്നും ആയിട്ടില്ല. ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകൾ ഒരു വീട്ടുജോലിക്കായിട്ട് നക്സൽ ബാധിതമായിട്ടുള്ള നരയൺപൂരിൽ തിരഞ്ഞെടുത്ത് അവിടുന്ന് 2-3 പെൺകുട്ടികളെ കൊണ്ടുപോയപ്പോൾ സംശയകരമായിട്ടുള്ളൊരു സാഹചര്യമായത് കണ്ടുകൊണ്ട്, പ്രത്യേകിച്ചും നക്സൽ ഇൻഫ്ലിക്റ്റഡ് ഏരിയയെല്ലാം പോലീസിൻ്റെ കടുത്ത നിരീക്ഷണത്തിലും പൗരന്മാരുടെയും ഒക്കെ കടുത്ത നിരീക്ഷണത്തിലുമായതിനാലും അത് ശ്രദ്ധിക്കപ്പെടുകയും ആൾക്കാർ കൂടി അതെന്താണ് എന്നൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ ഏത് പൗരനുമുള്ള ചോദ്യം ചെയ്യാനുള്ള സമൂഹ ബാധ്യതയുള്ളതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏത് പൗരനും ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. മൗലിക അവകാശങ്ങൾ മാത്രമല്ല, മൗലികമായിട്ടുള്ള ചുമതലകളുമുണ്ട്. ആ ചുമതലയാണ് അവർ നിറവേറ്റിയത്. അല്ല, എൻ്റെ രാജ്യം എന്ത് സംഭവിക്കട്ടെ, നമുക്കെന്തു വേണം എന്നുള്ള മനോഭാവമല്ല അവർ പുലർത്തിയത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അത് വലിയ പ്രശ്നമായി. ബജറംഗ് കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നു എന്ന് വരെയായി, മർദ്ദിക്കുന്നു എന്നൊക്കെ തൊട്ടിട്ട് പോലുമില്ല. വളരെ ബഹുമാനപൂർവ്വം റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് പെരുമാറിയത്. മതം മാറ്റമായിരുന്നു ഇതിൻ്റെ പിന്നിലെന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട്. മതം മാറ്റമായിരുന്നു, മതപരിവർത്തനം, ഫോഴ്സ്ഡ് കൺവേർഷൻ. അതാണ് കൺവേർഷൻ, കുഴപ്പമില്ല. ദിസ് വാസ് ഫോഴ്സ്ഡ് കൺവേർഷൻ. തന്നെയല്ല, അത് മറുവശത്ത് ചൂഷണം, അതിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. അതല്ല, എന്തൊരു ബഹളമായിരുന്നു, എന്തൊരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടികളെല്ലാം ബേബി ബൃന്ദാക്കാരായിട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നില്ല കേട്ടോ, അത് ഞാൻ ഓർക്കുന്നു. എന്തൊരു ബഹളമായിരുന്നു. കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ അവിടെ ചെന്നു. അവിടുത്തെ സംസ്ഥാന നിങ്ങൾ ഈ പറയുന്ന ഫെഡറലിസം എന്ന് പറയുന്ന സംവിധാനം അവിടുത്തെ ഗവൺമെന്റിന് ബാധകമല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള നടപടിക്രമങ്ങളില്ലേ? നിങ്ങളിപ്പോൾ നോക്കൂ, മിഥുനെന്ന് പറയുന്ന കുട്ടി അവിടെ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിനെ പിരിച്ചു വിട്ടപ്പോൾ മാനേജ്മെൻറ്റിന് വേണ്ടി വന്ന് ബഹളമുണ്ടാക്കിയാൽ എന്തു ചെയ്യും? നമ്മുടെ രാജ്യത്തെ ആദിവാസികൾക്ക് അവകാശങ്ങളില്ലേ? അവർ നിരക്ഷരരായതുകൊണ്ട് അവർക്ക് അവകാശം കൊടുക്കണ്ട എന്ന് മധുവിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ തീരുമാനിച്ചാൽ മതിയോ? അവൻ അതിനുവേണ്ടി ഉണ്ടാക്കിയ സെൻസേഷൻ എത്രമാത്രമാണ് നമ്മുടെ എത്ര കോളം ഹെഡ്ലൈൻ, എത്ര മഷിയാണ് അവയ്ക്ക് വേണ്ടി ചെലവാക്കപ്പെട്ടത്, എത്ര ചർച്ചകൾ, എത്ര എയർ ടൈം ആണ് അതിനു വേണ്ടി വിനിയോഗിക്കപ്പെട്ടത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം മണ്ണിൽ നടന്ന ഒരു മതപരിവർത്തന തീവ്രവാദത്തെ, അങ്ങനെ ഞാൻ പറയൂ, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഞാൻ ഉപയോഗിക്കില്ല. കാരണം ലവ് എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ടുള്ളതാണ്. ആ ലവിന് വേണ്ടിയിട്ടുള്ള ഒരു ജിഹാദ് അല്ല ഇവിടെ നടന്നത്, മറിച്ച് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭീകരതയാണ് നമ്മളിതിൻ്റെ ആ ആന്തരിക സത്യത്തിലേക്ക് പോകുമ്പോൾ കാണുന്നത്. കോതമംഗലം നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തീയ പ്രാതിനിധ്യം വളരെയുള്ള ഒരു പ്രദേശമാണല്ലോ, അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ്. അവിടെ നിന്നും വളരെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഛത്തീസ്ഗഡിലെ ഈ നടന്ന സംഭവങ്ങളെ കുറിച്ച്. അവിടെ നിന്നും വലിയ പ്രതിഷേധം. സോനയുടെ മരണത്തിൽ ആരും മിണ്ടുന്നില്ല. ഇപ്പം മിണ്ടാട്ടമില്ല. ഒരു പുരോഹിതനും ഒരു ബിഷപ്പ് ഹൗസിലും പ്രതിഷേധം ഉയരുന്നില്ല. ഒരു ബിഷപ്പും ഭീഷണിപ്പെടുത്തുന്നില്ല. അവിടെ അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം എന്നെയും മതിക്കുന്നുണ്ട്. അവിടെ ആരെയും കൊന്നിട്ടില്ല, തൊട്ടിട്ട് പോലുമില്ല. ഗവൺമെൻറ് അതിൻ്റെ കടമ ചെയ്തു എന്നുള്ളത് മാത്രം. ഇതിപ്പോൾ സിസ്റ്റർമാരെന്നല്ല ആരായാലും അവിടെ നിന്ന് പിള്ളേരെ, രണ്ടും മതപരിവർത്തനമാണ് അവിടെ നടന്നതിനും എന്നും മാത്രം മതപരിവർത്തനത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഇവിടെ നഗ്നമായ മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ്. ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊരു ആദിവാസി പെൺകുട്ടി പറഞ്ഞാൽ അതങ്ങ് അവഗണിക്കണോ? അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ കാണാതായിട്ടുള്ള പ്രദേശമാണ് ഈ നാരായൺപൂർ. തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇന്ത്യൻ ആദിവാസിയായി പോയതുകൊണ്ട് അവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് എന്തുമാകാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് സന്യാസിമാരായാലും അവരെ പിടിച്ചു കെട്ടണം, ചോദ്യം ചെയ്യണം. സംശയമൊന്നുമില്ല കാര്യത്തിൽ.
തിരുവസ്ത്രം ധരിച്ച പക്ഷെ ആ തീരുമാനം അല്ലെങ്കിൽ ആ നിർബന്ധം എന്തുകൊണ്ടാണ് സാർ ഈ കേരളത്തിൽ ഈ സോനയെ പോലൊരു പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് ശ്രമിച്ച് അതിനെ ക്രൂരമായി പീഡിപ്പിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവസാനം? ഒരു കാര്യം കൂടെ പറയട്ടെ, തിരുവസ്ത്രമായാലും കാഷായ വസ്ത്രമായാലും ശരി, ഇന്ത്യൻ ഭരണഘടന പ്രത്യേക അവകാശങ്ങളൊന്നും ആർക്കും നൽകിയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാം. ഇത് വേറൊരു കാര്യമാണ്. ഇവിടെ നടന്നിട്ട് ഒരൊറ്റയാൾ പ്രതിഷേധിക്കുന്നില്ല. അപ്പം അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്കാണ് ഞാൻ വരുന്നത്. പേടിയാണ്. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ എത്ര സഭകൾ പ്രതിഷേധിച്ചു? അയാളെ പിരിച്ചുവിടുകയല്ല ചെയ്തത്, ജോലിയിൽ നിന്നോ തീവ്രവാദികളുടെ പക്ഷം ചേർന്ന് നിൽക്കലല്ലേ ചെയ്തത്. അല്ല, സഭയ്ക്ക് ബജറംഗ് ദളുകാർക്കെതിരെ പ്രതികരിക്കാം, അവരെ എന്തും പറയാം, അവരെ പ്രതിക്കൂട്ടിലാക്കാം, അവരെ ആക്ഷേപിക്കാം, പരിഹസിക്കാം, ഒക്കെ ചെയ്യാം, ഭീഷണിപ്പെടുത്താം. എന്തുകൊണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഇവിടുത്തെ CPM ഉള്ള ഇന്ത്യ മുന്നണി കക്ഷികൾ മുഴുവനും, ഈർക്കിലി പാർട്ടികളും സകലമാന കക്ഷികളും, BJP ഒഴികെ അല്ലെങ്കിൽ NDA കക്ഷികൾ ഒഴികെ വന്ന് നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് വന്ന് ബഹളം ഉണ്ടാക്കും, ഗലാട്ട സൃഷ്ടിക്കും. അതിൻ്റെ ബലത്തിലാണ്, ആ തിണ്ണമെടുക്കലാണ് ഇത് പറയുന്നത്. നോക്കൂ, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ MA ബേബി പറഞ്ഞത് ആ ഭ്രാന്തൻ എന്നാണ്. ജോസഫ് മാഷ്, കൈ നഷ്ടപ്പെട്ട ജോസഫ് മാഷിനെ ഒരു ഭ്രാന്തൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഭ്രാന്തൻ എന്നൊരു അധ്യാപകനെ വിശേഷിപ്പിച്ച് ഗുരു നിന്ദ നടത്തിയ ആളാണ് MA ബേബി ഉണ്ടായിരുന്നു അവിടെ. ജോൺ ബ്രിട്ടാസ് ചന്ദ്രശേഖരൻ്റെ കാറിൽ കയറിപ്പോയപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. നിങ്ങൾ ഈ കോതമംഗലത്ത് നടന്ന ക്രൂരമായ കൊലപാതകം കാണുന്നല്ലേ? മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി ഒരു സാധു പെൺകുട്ടിയെ, പരിശുദ്ധമായ ഹൃദയമുള്ള ഒരു പെൺകുട്ടിയെ, ലവ് ഈസ് ചെയ്ത തെറ്റ് സ്നേഹിച്ചു എന്നുള്ളത് അതാണ്. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞ ക്രിസ്തു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ അതിൻ്റെ പേരിൽ കൊന്നിട്ട് നാണമില്ലേ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കാൻ? കേരള സ്റ്റോറി വന്നപ്പോൾ അത് കേരളത്തിനെ വക്രമായിട്ട് ചിത്രീകരിക്കുകയായിരുന്നു പറഞ്ഞ മഹാന്മാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, എവിടെ നിങ്ങളുടെ ഈ രക്തത്തിളപ്പ് ഇവിടെ കാണുന്നില്ല? എന്ത് ചെയ്തു നിങ്ങൾ? എന്തേ ആൾക്കൂട്ടത്തെ കണ്ടില്ല? നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ അവിടെ കണ്ടില്ല? കോൺഗ്രസ്സുകാരെവിടെ? VD സതീശനും കൂട്ടരും KC വേണുഗോപാലും ഒക്കെ എവിടെ? മാത്യു കുഴൽനാടനെ ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലല്ലോ. എവിടെ പോയി നിങ്ങൾ? നാണമില്ലേ ഈ നാടകം കളിക്കാൻ? അപ്പം നിങ്ങൾക്ക് ഇവിടെ എതിർപ്പുണ്ടാവും, ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ന്യൂനപക്ഷ വോട്ടല്ല സാർ, കൃത്യമായിട്ട് മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടല്ലേ? നാണമില്ലേ? ആ നാണം കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ പഹൽഗാമിൽ പാൻറ്റിൻ്റെ സിപ്പ് അഴിച്ചു നോക്കി പരിശോധന നടത്തിയിട്ടാണ് ആളുകളെ കൊന്നത്, ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കൊന്നതെന്ന് നിങ്ങൾ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മതഭീകരതയായിരുന്നുള്ളൂ നിങ്ങൾ സമ്മതിക്കുമോ? നേരിട്ട് ഞാൻ ചോദിക്കുക, ഡയറക്റ്റ് ആൻസർ തരൂ. പറയില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് പേടിയാണ്. ഒരു വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഗവർണർ ഈ വിഭജനത്തിന്റെ വേദനയുടെ ദിനമായിട്ട് ഓഗസ്റ്റ് 14 ആചരിക്കണം എന്ന് പറഞ്ഞു. എന്ത് മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കുകയല്ലേ? എന്തേ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം ഇവിടെ നടപ്പാക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക തിരുവിതാംകൂർ സ്റ്റേറ്റാണോ SRCPയുടെ കീഴിൽ? ഇത് ഞാൻ പറയാം. ഈ കുട്ടി കരഞ്ഞു ഈ പയ്യൻ റമീസ് എന്ന് പറയുന്ന ആള് മാത്രമായി വ്യഭിചാരത്തിലെ, മയക്കുമരുന്നിലെ, അതുപോലെ തന്നെ സംശയാസ്പദമായ അനാശ്വാസമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടും അയാൾ മാത്രമല്ല, അയാളുടെ മാതാപിതാക്കളും ബന്ധുക്കളും വരെ കുട്ടിയെ മർദ്ദിച്ചു. എന്നിട്ടും ഈ സോന എന്ന് പറയുന്ന സ്വർണം തന്നെയാണ് അവള്. ഇവനെ സ്നേഹിച്ചു, കൈവിട്ടില്ല. അപ്പോഴാണ് ഇവൻ വിളിച്ചുകൊണ്ടുപോയിട്ട്, ഒന്നിനുമല്ല ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിട്ട് നമുക്ക് നേരെ പൊന്നാനിക്ക് പോകാം, അവിടെ പോയി മതപരിവർത്തനം നടത്താം. ഇവള് പറഞ്ഞു, റമീസെ, നിന്റെ മതത്തെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, നിന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഇവളെ സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല, മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു, കല്യാണത്തിന് മുമ്പ് തന്നെ. അങ്ങനെ സഹിക്കാൻ വയ്യ സമ്മർദ്ദങ്ങൾ, സഹിക്കാൻ വയ്യ എന്നൊരു കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ടാണ് അവള് അത് മനുഷ്യ പ്രേരിതമായിട്ടുള്ള ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവണം. അന്വേഷണം നടക്കണം, ഇതിനെതിരെ നിയമം നടപ്പാക്കണം. മിണ്ടാതെ മൂലകളിലെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ട് എവിടെ ചങ്കൂറ്റമുള്ളവനും ഇരട്ടച്ചങ്കമുള്ളവനും സൂര്യനുമായിട്ടുള്ളവനെവിടെ, കാരണഭൂതനുമായിട്ടുള്ളവനെവിടെ? എന്തേ മിണ്ടാത്തത്? നാണമില്ലേ? ഒരു ചെറിയ പ്രശ്നം നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ അവിടെ പടച്ചട്ടയുമായിട്ട് വരുമല്ലോ, അവിടെ ഒരു വടിവോളുമായിട്ട് ഓടിയെത്തുന്നവർ എന്തേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെയാണോ? പരിശുദ്ധമായ പ്രേമം നടത്തിയ ഒരു ജൂലിയറ്റിനെ പോലെ പരിശുദ്ധമായ പ്രേമം നൽകി, അനാർക്കലിയെ പോലെ പ്രേമം നൽകിയ ഒരു പെൺകുട്ടിയെ ചോരയിൽ പ്രേമത്തെ തന്നെ ചോരയിൽ മുക്കിക്കൊന്ന് മതത്തിന്
ഒരാളെ കൂടി അനുയായിയായി കിട്ടാൻ കൊതിച്ച ആ ധർമ്മശാസ്ത്രം, ധർമ്മനീതി, എന്തു നീതിയാണത്? ഇസ്ലാം സമുദായത്തിലെ പുരോഹിതന്മാരും കാന്തപുരം പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിച്ചവർ പറയണം ഇത് തെറ്റാണ്, ഇത് ഞങ്ങൾ നിരാകരിക്കുന്നു. കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ആ പാത പിന്തുടർന്നുകൊണ്ട് ആ വാക്കുകൾ ഉരുവിടണം. ഒരിക്കലും ഇങ്ങനെയല്ല നിങ്ങൾ മതത്തിന് ആളെ കൂട്ടേണ്ടത് എന്നുള്ള സത്യം പറയണം. അല്ലെങ്കിൽ ഘോരമായ സംഘർഷങ്ങളുടെ ഒരു തിയേറ്ററായിട്ട് ഈ ഭാരതഭൂമി, മതേതരത്വത്തിൻ്റെ ഭൂമി, മതനിരപേക്ഷതയുടെ സർവധർമ്മ സമഭാവനയുടെ ഭൂമി മാറും. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കേരള സ്റ്റോറി റീലിലാണ് നമ്മൾ കണ്ടത്, ഇപ്പോൾ റിയലായിട്ട് നമ്മൾ കാണുകയല്ലേ. നിഷേധിക്കാൻ പറ്റുമോ അന്ന് കേരള സ്റ്റോറി അപലപിച്ച് ആർക്കെങ്കിലും? അതിന് അവാർഡ് കൊടുത്തതിനെ പോലും അപലപിച്ച മാർക്സിസ്റ്റ് നേതൃത്വമേ ചോദ്യത്തിന് ഉത്തരം പറയും.